എല്ലാവർക്കും മല്ലു ദിവസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ചൂട് ഉഴുന്നുവടയുടെ വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില, ജീരകം ഇതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് നല്ല വെള്ളത്തിൽ കഴുകി നല്ല വെള്ളാംശം ഒട്ടുമില്ലാത്ത രീതിയിൽ എടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നതിൽ പകുതി മാത്രമേ ഇപ്പോൾ ജാറിലേക്ക് ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളൊരു 4-5 ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്നെടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നുമാവ് ഇവിടെ ശരിയായിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിടുകയാണ്. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് വെള്ളം പോലെ ലൂസായി പോകാൻ പാടില്ല. നല്ലൊരു ടെക്സ്ചറിൽ കയ്യിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ കിട്ടണം. ഞാൻ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉഴുന്നുവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എരിവ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നന്നായിട്ട് കുരുമുളകും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കൈകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ കുറേ നേരം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് തുണി വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയിൽ കഴുകിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു റബ്ബർ ഉണ്ട് അതിനെ കെട്ടുകയാണ്. അതിൻ്റെ വാവട്ടം അവിടെ കെട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് 2-3 റബ്ബർ ഇട്ട് അത് ടൈറ്റാക്കി വയ്ക്കാം. ഉഴുന്നുവട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്ലാസ്സിൻ്റെ മുകളിൽ അല്പം എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗ്ലാസിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാവ് എടുത്തിട്ട് കൊടുത്ത് റൗണ്ടാക്കി ഷേപ്പാക്കിയിട്ട് സെൻറ്ററിൽ ആ ഒരു ദ്വാരം പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ അത് കമത്തി നമ്മുടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ എണ്ണയിലേക്ക് വീണോളും. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ വടയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉഴുന്നുവട നല്ല ഷേപ്പിൽ റൗണ്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കണ്ടോ, ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് തന്നെ ഇത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി നമുക്കതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ വട നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെയ്തിടുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷേ ഈ ഒരു മെത്തേഡിലൂടെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടൊരു ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവരും അരിപ്പപാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉഴുന്നുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.